നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ ചതച്ചതും യുവമോർച്ച പ്രവർത്തകർ നവകേരള മാർച്ചിന് നേരെ രംഗത്തിറങ്ങിയതും ഒക്കെ വലിയ വിവാദമായി മാറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ തല്ലിച്ചതച്ചത് വലിയ ആരോപണമായി മാറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ അകാരണമായി മർദ്ദിക്കുന്നുവെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. തിരുവനന്തപുരം DCC ഓഫീസിന് നേർക്ക് പോലീസ് കടന്നു ചെന്നപ്പോൾ വി.ഡി. സതീശൻ തടഞ്ഞതും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞതും ഒക്കെ സെൻസേഷണൽ വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പിണറായി വിജയന് പോലീസ് ഇത്രയും എസ്കോർട്ട് കൊടുക്കുന്നു എന്ന ചോദ്യം കുറേ കാലമായി കേരളത്തിൽ ഉണ്ട്. മുഖ്യമന്ത്രി പോകുന്ന വഴിയെല്ലാം പോലീസുകാർ അവിടെയെല്ലാം പോലീസുകാർ നിറയുന്നു. മുഖ്യമന്ത്രിക്ക് ചുറ്റും പോലീസ് വാഹനങ്ങൾ. അതിനുള്ള കാരണങ്ങൾ ഇതാണ്. മുഖ്യമന്ത്രി ആക്രമിക്കപ്പെടാം എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുമ്പ് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തകരോ അല്ലെങ്കിൽ BJP പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ ആരെങ്കിലും ആക്രമിക്കപ്പെടും, ആരെങ്കിലും ആക്രമിക്കാൻ തുനിയും എന്നൊരു റിപ്പോർട്ട് പോലീസിൻ്റെ കയ്യിൽ എത്തിയിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ഇത്രയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യാ സ്ക്വാഡുകളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പിണറായി പറഞ്ഞതും ഇതിനോട് കൂട്ടി വായിക്കണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യാ സ്ക്വാഡുകളെ പോലെ പ്രവർത്തിക്കുന്നു. യുവമോർച്ച പ്രവർത്തകർ തനിക്കെതിരെ ആക്രമണത്തിന് വരുന്നു. ഇതൊക്കെ പിണറായി വിജയൻ വളരെ സരസമായി പറഞ്ഞു. അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല. തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച കഠാരകൾക്കും ഊരിപ്പിടിച്ച വാളുകൾക്കും മുമ്പിലൂടെ നടന്നുപോയ ഒരാൾ, കണ്ണൂർ കളരിയിൽ നിന്ന് അഭ്യാസം പഠിച്ച് കേരള രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തെത്തിയ ഒരാൾ. അദ്ദേഹത്തിന് പേടിയില്ല. പക്ഷേ പോലീസിന് പേടിയാണ്. അദ്ദേഹത്തിനെതിരെ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമണ ശ്രമം വരെ നടന്നു. ഈ സാഹചര്യമാണ് പോലീസ് ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണുന്നത്. പിണറായി വിജയൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നൊരു സന്ദേശം, എന്നൊരു സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് പോലീസ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഇത്രയും സംരക്ഷണം നൽകുന്നത്. പോലീസ് ഒരു മുഖ്യമന്ത്രിക്കും ഇങ്ങനെയൊരു സംരക്ഷണം നൽകിയിട്ടില്ല. കരുണാകരൻ പോലീസിനെ ഇളക്കിമറിച്ച കാലത്ത് പോലും ഇങ്ങനെ ഒരു സംരക്ഷണം കരുണാകരന് നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ചില മത തീവ്രവാദികൾ ഒക്കെ പിണറായി വിജയനെ ലാക്കാക്കി രംഗത്ത് വരുന്നു. മാത്രമല്ല, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പിണറായി വിജയന് നേരെ പുതിയ സമരമുറകൾ അഭ്യസിക്കുന്നു. ഈ സാഹചര്യത്തിൽ പോലീസിന് പോലീസായേ പറ്റൂ. പോലീസിന് പോലീസാകാൻ പറ്റില്ലെങ്കിൽ അത് പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കും എന്നൊരു സന്ദേശമാണ് ഈ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതിലൂടെ CPM നൽകിയിരിക്കുന്നത്. CPMന് പോലീസിനെ പോലെ ഒരു ഇൻ്റലിജൻസ് വിങ്ങുണ്ട്. BJPക്കുണ്ട്, CPMനുമുണ്ട്. CPMൻ്റെ ഇൻ്റലിജൻസ് വിങ് ശക്തമാണ്. ആ ഇൻ്റലിജൻസ് വിങ് പിണറായി വിജയന് എന്തെങ്കിലും അപായം പറ്റുമോ എന്ന് ഭയക്കുന്നു. അതുകൊണ്ടാണ് അവർ DYFIക്കാരെ SFIക്കാരെ ഒക്കെ രംഗത്തിറക്കി പിണറായി വിജയന് നേരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ച് അമർത്താൻ അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് വിജയകരമായി പൂർത്തിയാകുമ്പോൾ പിണറായി വിജയൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നൊരു സന്ദേശം കൂടി ഈ നവകേരള സദസ്സ് നൽകുന്നു.